നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ കറന്റ് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. 2024 മാർച്ച് മാസത്തെ കറന്റ് അഫയേഴ്സിന്റെ ആദ്യത്തെ ഭാഗമാണ് ഇത്. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. സ്പോർട്സ് താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? സ്പോർട്സ് താരങ്ങൾക്ക്, കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ്, ഇലക്ട്രോണിക്സ് സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അത് കേരളമാണ്. കേരളമാണ്. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആണ്. ഓൾറെഡി നമ്മൾ പഠിക്കാറുണ്ട്. എന്ത്? ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂള് GV രാജ സ്കൂൾ തിരുവനന്തപുരമാണ്, അല്ലെ? അപ്പൊ ആ പോയിന്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്ത പോയിന്റ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISRO സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISRO സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം നടത്തുന്നു. അതിന്റെ പേരെന്ത്? അതിന്റെ പേരാണ് യുവിക എന്നാണ് പേര്. അതിന്റെ പേര് യുവിക എന്നാണ്. യുവിക. ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമിന്റെ പേരെന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. യുവിക എന്ന് എഴുതുക. അടുത്ത പോയിന്റ് സംസ്ഥാന വനം വകുപ്പിന്റെ ഒരു പദ്ധതിയാണ്. സംസ്ഥാന വനം വകുപ്പിന്റെ ഒരു പദ്ധതിയാണ്. വന കുറ്റകൃത്യങ്ങൾ തടയുന്നതിനു വേണ്ടി സംസ്ഥാന വനം വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹാരിയർ എന്നാണ് പദ്ധതിയുടെ പേര്. പദ്ധതിയുടെ പേരാണ് ഹാരിയർ. വന കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി സംസ്ഥാന വനം വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ഹാരിയർ. ഹാരിയർ. അങ്ങനെ ഒരു കാർ ഉണ്ടല്ലോ, കേട്ടിട്ടില്ലേ? അപ്പോൾ ആ പേര് തന്നെ ഹാരിയർ എന്ന് ഓർത്തിരിക്കുക. ഏഷ്യൻ ടെലികോം അവാർഡ്സിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ, ഏഷ്യൻ ടെലികോം അവാർഡ്സിൽ നമ്മൾ ചലച്ചിത്ര പുരസ്കാരം കൊടുക്കുന്നത് പോലെ ഏഷ്യൻ ടെലികോം അവാർഡ്സ്, ടെലികോം കമ്പനികളുടെ എല്ലാ അവാർഡ് സമ്മേളനം, ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ഏത് കമ്പനി? ജിയോ. ഏതാണ്? ജിയോ ആണ്. ജിയോ, കേട്ടോ. ഏഷ്യൻ ടെലികോം അവാർഡ്സിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ജിയോ ആണ്. ജിയോ, റിലയൻസ് ജിയോ, അറിയാമല്ലോ. അടുത്തത് പാകിസ്ഥാന്റെ 24ാമത്തെ പ്രധാനമന്ത്രി ആരാണ്? പാകിസ്ഥാന്റെ 24ാമത്തെ പ്രധാനമന്ത്രിയുടെ പേരാണ് ഷഹബാസ് ഷെരീഫ് എന്നാണ് പേര്. പാകിസ്ഥാന്റെ 24ാമത്തെ പ്രധാനമന്ത്രിയുടെ പേരാണ് ഷഹബാസ് ഷെരീഫ് എന്നാണ് പേര്. ഷഹബാസ് ഷെരീഫ്. ഷഹബാസ് ഷെരീഫ്. പേര് ഓർത്തുക്കോ, ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാന്റെ 24ാമത്തെ പ്രധാനമന്ത്രി. ചോദ്യം വരാം. നല്ല പോയിന്റ് ആണ്. അടുത്ത പോയിന്റ്, നമ്മള് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ ഇഷ്ടം പോലെ കേട്ടിരിക്കും. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ ജനമൈത്രി ചെക്ക് പോസ്റ്റ് എവിടെ? കേരളത്തിലെ ആദ്യത്തെ ജനമൈത്രി ചെക്ക് പോസ്റ്റ് എവിടെ? മറയൂർ ചെക്ക് പോസ്റ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ജനമൈത്രി ചെക്ക് പോസ്റ്റ് ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം, അത് മറയൂർ ചെക്ക് പോസ്റ്റ് ആണ്. ജനമൈത്രി ചെക്ക് പോസ്റ്റ് ആണ്. അടുത്ത പോയിന്റ്, ഐക്യരാഷ്ട്ര സംഘടന പുറത്തുവിടുന്ന അല്ലെങ്കിൽ UN പുറത്തുവിടുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, സുസ്ഥിര വികസന സൂചിക. 2024 UN പുറത്തുവിട്ട സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 112. നല്ല പോയിന്റ് ആണ്. 112. UN പുറത്തുവിട്ട സുസ്ഥിര വികസന സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം 112ാമതാണ്. 112ാമതാണ്. അടുത്തത്, കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പോർട്ടലിന്റെ പേര് പരിചയപ്പെടുത്തട്ടെ. അതിന്റെ പേര് ചക്ഷു എന്നാണ്. ആ പോർട്ടലിന്റെ പേര് ചക്ഷു. അപ്പൊ ഈ പേര് കൊണ്ട് നമുക്ക് ഈ ചോദ്യം കണക്ട് ആവത്തില്ല, അതുകൊണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചക്ഷു എന്നാണ് ഈ പോർട്ടലിന്റെ പേര്. എന്താണെന്ന് ചോദിച്ചാല്, നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും ഫോൺ കോളിലൂടെയും വാട്സാപ്പ് മെസ്സേജുകളിലൂടെയും പറ്റിക്കപ്പെടുന്നവർ ധാരാളമാവുകയാണ്. പണം കൈമാറുക, അങ്ങനെ ഒരുപാട് പറ്റിക്കപ്പെടുന്നവർ ധാരാളമാണ്. അപ്പോ തട്ടിപ്പ് മെസ്സേജുകളിലും ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും ഫോൺ കോളുകളും തടയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് ചക്ഷു എന്ന് പറയുന്നത്.
ഒന്നുകൂടെ പറഞ്ഞുതരാം. വാട്സാപ്പിലും ഫോണിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും ഫോൺ കോളുകളും തടയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് ചക്ഷു എന്ന് പറയും. ചക്ഷു. പോയിന്റോടെ ഓർത്തിരിക്കുക. അടുത്തത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് 2024. ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് 2024 വേദി ഗുരുഗ്രാം ആണ്. ഹരിയാനയിലാണ് ഗുരുഗ്രാം എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് 2024 വേദി ഗുരുഗ്രാം, ഹരിയാന. ഗുരുഗ്രാം, ഹരിയാന. അടുത്ത പോയിന്റ് ഫോർമുല 1 ബഹ്റൈൻ ഗ്രാൻഡ് പിക്സ് 2024 കാറോട്ട മത്സരമാണ്. ഫോർമുല 1 ബഹ്റൈൻ ഗ്രാൻഡ് പിക്സ് 2024 ജേതാവ് ആര്? പേരാണ് മാക്സ് വെസ്തപ്പൻ എന്നാണ് പേര് നിങ്ങൾ ഒരുപക്ഷെ പരിചയം കാണും. മാക്സ് വെസ്തപ്പൻ എന്നാണ് പേര്. മാക്സ് വെസ്തപ്പൻ കേട്ടോ. ഫോർമുല 1 ബഹ്റൈൻ ഗ്രാൻഡ് പിക്സ് 2024 ജേതാവ് ആരാണെന്ന് ചോദിച്ചാല് മാക്സ് വെസ്തപ്പൻ. അടുത്ത പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? രാജ്യത്തെ ആദ്യത്തെ, നമുക്കറിയാം നമ്മുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ബീഹാറിലാണ്. ബീഹാറിലെ പാട്നയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. ഓർത്തു വെച്ചോ, ഇത് ചോദ്യം വരാം. നല്ല പോയിന്റ് ആണ്. അടുത്ത പോയിന്റ് 2024 തകഴി സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 തകഴി സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്ക്? MK സാനു. ആർക്കാണ് ലഭിച്ചത്? MK സാനു. 2024 തകഴി സ്മാരക പുരസ്കാരം ലഭിച്ചത് MK സാനു. നല്ല പോയിന്റ് ആണ്, ഓർത്തു വെക്കുക. അടുത്തത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഒരു പോർട്ടൽ ആരംഭിച്ചു. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് ഓർഡർ എന്നാണ്. പോർട്ടലിന്റെ പേര് ഓർഡർ എന്നാണ്. ഓർഡർ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഓർഡർ എന്ന പോർട്ടൽ ആരംഭിച്ചെന്ന് ചോദിച്ചാൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് ഓർഡർ. നല്ല രീതിയിൽ പഠിക്കുക. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് ഓർഡർ എന്നാണ് അതിന്റെ പേര്. ഓർത്തിരിക്കുക, ഓർഡർ. ഓക്കെ. അടുത്തത് ഹരിതകർമ്മ സേന അല്ലെ. ഹരിതകർമ്മ സേന നമുക്ക് പരിചയമുള്ള വാക്കാണ്. ഹരിതകർമ്മ സേന എന്ന് പറയും. നമ്മുടെ വീടുകളിലൊക്കെ വരാറുണ്ട് ഹരിതകർമ്മ സേന. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ഹരിതമിത്രം എന്നാണ് പേര്. ഹരിതമിത്രം എന്നാണ് പേര്. ഹരിതമിത്രം. ഓർത്തു വെക്കുക. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ഹരിതമിത്രം. ഹരിതമിത്രം എന്നാണ് പേര്. ഹരിതമിത്രം. അത് ഓർത്തിരിക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് ഹജ്ജ് സുവിധ ആപ്പ്. ഹജ്ജ് സുവിധ ആപ്പ്. ഹജ്ജ് സുവിധ ആപ്പ്. ഓക്കെ. ഇത് ചിലപ്പോ എന്ത് ചെയ്യാം, ഹജ്ജ് എന്നുള്ള പേര് കാണുമ്പോഴേ ഇത് നമുക്ക് എളുപ്പമല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കാം. ഹജ്ജ് സുവിധ ആപ്പ് എന്നുള്ളതിന് പകരമായിട്ട് സുവിധ എന്ന പേരിന് പകരം വേറെ എന്തെങ്കിലും അവിടെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് കുടുങ്ങും. അതുകൊണ്ട് ഹജ്ജ് സുവിധ ആപ്പ് എന്നുള്ളത് തന്നെ ഓർത്തു വെക്കുക. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ എവിടെ നിലവിൽ വന്നു? രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം കൊച്ചിയാണ് സുഹൃത്തുക്കളെ. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ എന്നാണ് ചോദ്യമെങ്കിൽ കൊച്ചിയാണ്. രാജ്യത്തെ ആദ്യത്തെ മെട്രോ എവിടെ എന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ്.
കൺഫ്യൂഷൻ ആയി പോകരുത്. രാജ്യത്തെ ആദ്യത്തെ മെട്രോ എവിടെ? രാജ്യത്തെ ആദ്യത്തെ മെട്രോ സുഹൃത്തുക്കളെ കൊൽക്കത്ത. കൊൽക്കത്ത. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ എവിടെ? വാട്ടർ മെട്രോ എവിടെ? രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ കേരളത്തിലാണ്. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെ? രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെ? രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ വന്നത് കൊൽക്കത്തയിലാണ്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എന്ന് ചോദിച്ചാലോ, രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണലോ എന്നൊക്കെ ചോദിച്ചാലോ കൊൽക്കത്തയാണ് ഉത്തരം. ഉത്തരം കൊൽക്കത്തയാണ്. പോയിന്റ് വ്യക്തമാണ്. അടുത്തത് 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 17ാമത് മലയാറ്റൂർ പുരസ്കാരം 2024 പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് സാറ ജോസഫിനാണ്. 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫ്. സാറ ജോസഫ്. എസ്തേർ എന്ന നോവലിനാണ് മലയാറ്റൂർ പുരസ്കാരം ലഭിക്കുന്നത്. എസ്തേർ എന്ന നോവൽ സാറ ജോസഫ്. അതും ഓർക്കണം. 17ാം മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. ഏത് നോവലിനാണെന്ന് ചോദിച്ചാൽ എസ്തേർ എന്ന നോവലിനാണ്. എസ്തേർ. എസ്തേർ എന്ന നോവലിനാണ്. മറന്നുപോലെ തകഴി സ്മാരക പുരസ്കാരം 2024 MK സാനു. 17ാമത് മലയാറ്റൂർ പുരസ്കാരം സാറ ജോസഫ്. സാറ ജോസഫ്. നോവലിന്റെ പേര് എസ്തേർ. അപ്പൊ അതും വ്യക്തമാണ്. അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, രാജ്യത്ത് ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട്, രാജ്യത്തെ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിട്ട ജില്ല ഏത്? ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിട്ട ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. രാജ്യത്ത് ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിട്ട ജില്ല വയനാടാണ്. ഓക്കെ, കേരളത്തിലല്ല ഞാൻ പറഞ്ഞത്, ഇന്ത്യയില്. പോയിന്റ് വ്യക്തമാണ്. അടുത്തത് നമുക്കറിയാം, ലോക വനിതാ ദിനം. ലോക വനിതാ ദിനം എന്ന് പറയുന്നത് മാർച്ച് മാസം 8-ാം തീയതിയാണ് ലോക വനിതാ ദിനം. ലോക വനിതാ ദിനം മാർച്ച് 8-ഉം ദേശീയ വനിതാ ദിനം ഫെബ്രുവരി മാസം 13-ാം തീയതിയുമാണ്. ലോക വനിതാ ദിനം മാർച്ച് 8-ഉം ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. ഫെബ്രുവരി 13 തന്നെയാണ് ലോക റേഡിയോ ദിനം എന്നുള്ളതുകൂടെ ഒന്ന് ഓർത്തു വെച്ചു കേട്ടോ. ലോക റേഡിയോ ദിനം എന്ന് ചോദിച്ചാലും ഫെബ്രുവരി മാസം 13-ാം തീയതി തന്നെയാണ്. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് വരാം. ഈ മാർച്ച് 8 ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ രത്നം പുരസ്കാരം പ്രഖ്യാപിച്ചു. വനിതാ രത്നം പുരസ്കാരം നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്ന പുരസ്കാരമാണ് വനിതാ രത്നം. ഓക്കെ, അപ്പൊ വനിതാ രത്നം പുരസ്കാരം 2024 കിട്ടിയ വനിതകളാണ്. ഒന്ന് ട്രീസ ജോളി. ട്രീസ ജോളി. ട്രീസ ജോളി എന്ന് പറയുന്നത് സ്പോർട്സ് താരമാണ്. ട്രീസ ജോളി. അടുത്തത് ജിലുമോൾ മാരിയറ്റ്. ജിലുമോൾ മാരിയറ്റ്. ജിലുമോൾ മാരിയറ്റ്. ജിലുമോൾ മാരിയറ്റ്. ഈ കഴിഞ്ഞ കൂലി വർക്കർ പരീക്ഷയിലും ജിലുമോൾ മാരിയറ്റിന്റെ ചോദ്യം വന്നിരുന്നു. എന്താണ്? 2 കൈകളുമില്ലാതെയാണ് ജനനം. ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കി. അങ്ങനെ നേടുന്ന ആദ്യത്തെ വനിതയാണ്, ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് ജിലുമോൾ മാരിയറ്റ്. ജിലുമോൾ മാരിയറ്റ്. അടുത്തത് അന്നപൂർണി സുബ്രഹ്മണ്യം. അന്നപൂർണി സുബ്രഹ്മണ്യം. അന്നപൂർണി സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ഒരു സ്പേസ് സയന്റിസ്റ്റ് ആണ്, ഒരു ബഹിരാകാശ ശാസ്ത്ര ഗവേഷകയാണ്. അന്നപൂർണി സുബ്രഹ്മണ്യം. പിന്നെ ഉള്ളത് വിജി പെൺകൂട്ട്. വിജി പെൺകൂട്ട് ഒരു വനിതാ പ്രവർത്തകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഫെമിനിസം, ഫെമിനിസ്റ്റ് ആണ് വിജി പെൺകൂട്ട് എന്ന് പറയുന്നത്. വനിതകളുടെ ജോലി സ്ഥലങ്ങളിൽ വനിതകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രതികരിക്കുന്ന ഒരു വനിതയാണ് വിജി പെൺകൂട്ട്. പെൺകൂട്ട് എന്ന് പറയുന്നത് വിജി സ്ഥാപിച്ച ഒരു സംഘടനയായിരുന്നു പെൺകൂട്ട്. അതാണ് വിജി പെൺകൂട്ട് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇവർ 4 പേരാണ്: ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകൂട്ട്. ഇവർ 4 പേർക്കാണ് 2024 വനിതാ രത്നം പുരസ്കാരം ലഭിച്ചത്. ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകൂട്ട്. ഇവരെയൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. നല്ല പോയിന്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ. അടുത്ത പോയിന്റ്, ലോക വനിതാ ദിനം 2024 പ്രമേയം എന്ത്?
ലോക വനിതാ ദിനം 2024 മാർച്ച് 8 പ്രമേയം ഇതാണ്: ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സലറേറ്റ് പ്രോഗ്രസ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സലറേറ്റ് പ്രോഗ്രസ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സലറേറ്റ് പ്രോഗ്രസ്. ഇതാണ് ലോക വനിതാ ദിനത്തിന്റെ 2024 പ്രമേയം. അടുത്തത്, ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരു വനിതയെ രാജ്യസഭയിലേക്ക് നമ്മുടെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തു. എഴുത്തുകാരിയൊക്കെയാണ് സുധാമൂർത്തി. പേര് ഓർത്തിരിക്കുക, സുധാമൂർത്തി. അല്ലെ, സുധാമൂർത്തി എന്നുള്ള പേരൊക്കെ നിങ്ങൾ പത്മ പുരസ്കാരം പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. 2023 പത്മ പുരസ്കാര ജേതാവാണ് സുധാമൂർത്തി. അപ്പോ 2024 രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത, രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത വനിതയുടെ പേരാണ് സുധാമൂർത്തി. അപ്പോ 2024 മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ആദ്യത്തെ ഭാഗം ഒന്നുകൂടെ ക്യാപ്സൂൾ പരുവത്തിൽ പറഞ്ഞു പോവുകയാണ്. സ്പോർട്സ് താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ISROയുടെ യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം, അതിന്റെ പേര് യുവിക എന്നാണ്. വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ടുള്ള സംസ്ഥാന വനവകുപ്പ് പദ്ധതിയുടെ പേര് ഹാരിയർ എന്നാണ്. ഏഷ്യൻ ടെലികോം അവാർഡ്സ് 2024 ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം ജിയോയാണ്. 24ാമത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പേര് ഷഹബാസ് ഷെരീഫ് എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ജനമൈത്രി ചെക്ക് പോസ്റ്റ് മറയൂരാണ്. തട്ടിപ്പ് ഫോൺ കോളുകളും മെസ്സേജുകളും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വെബ് പോർട്ടലിന്റെ പേരാണ് ചക്ഷു. സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 112ാമതാണ്. ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് 2024 വേദി ഗുരുഗ്രാം ആണ്. ഫോർമുല 1 ബഹ്റൈൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് മാക്സ് വെസ്റ്റപ്പനാണ്. ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് പാട്നയാണ്, ബീഹാർ ആണ്. തകഴി സ്മാരക പുരസ്കാരം 2024 MK സാനു. ഓർഡർ എന്ന പോർട്ടൽ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനുള്ള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച പോർട്ടലാണ്. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള ആപ്ലിക്കേഷന്റെ പേരാണ് ഹരിതമിത്രം. ഹജ്ജ് തീർത്ഥാടകർക്കായിട്ടുള്ള ആപ്ലിക്കേഷന്റെ പേര് ഹജ്ജ് സുവിധ ആപ്പ് എന്നാണ്. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്തയിലാണ്. 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. കൃതി എസ്തേർ നോവലാണ്. കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിട്ട രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. വനിതാരത്നം 2024 4 വനിതകൾക്ക് ലഭിച്ചു. 1 ട്രീസ ജോളി, 2 ജിലുമോൾ മാരിയറ്റ്, 3 അന്നപൂർണി സുബ്രഹ്മണ്യം, 4 വിജി പെൺകൂട്ട്. ലോക വനിതാ ദിനം 2024 മാർച്ച് 8 പ്രമേയമാണ് ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സലറേറ്റ് പ്രോഗ്രസ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വനിതയാണ് സുധാമൂർത്തി. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിന്റെ അടുത്ത ഭാഗവുമായി കാണാം. എല്ലാവർക്കും നന്ദി.